ഹലോ മക്കേഴ്സ്, ന്യൂസിൻ സർ ആണ്. സോ മകളെ, നിങ്ങൾ 9ാം ക്ലാസ്സിൽ മാത്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ കഴിയാനായിട്ടുണ്ടാകും. സോ എങ്ങനെയുണ്ട് മാത്സ് 9ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. സോ കഴിഞ്ഞ വർഷം നിങ്ങൾ 40 മാർക്കിനാണ് എക്സാം അറ്റൻഡ് ചെയ്തത് മാത്സിന്റെ. ഈ വർഷം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് 80 മാർക്കിനാണ്. അതുപോലെ തന്നെ 2.5 മണിക്കൂർ എക്സാം ആണ്. സോ ഈ 9ാം ക്ലാസ്സിൽ 15 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് മാത്സിൽ പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സ് വെച്ചിട്ടാണ് ഓണപരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടിയിരിക്കുക. സോ ഓണപരീക്ഷയ്ക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അനൗൺസ് ചെയ്യും. സോ മക്കളെ, ഈ 5 ചാപ്റ്റേഴ്സിന് കൃത്യമായി കണ്ടന്റ് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നല്ല റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. കാരണം കഴിഞ്ഞ വർഷം മുതൽ എക്സാം പാറ്റേണിന്റെ ചേഞ്ച് നിങ്ങൾ കണ്ടതാണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റ് പഠിച്ച കുട്ടിക്ക് മാത്രമേ ഒരു A+ ലെവലിലേക്ക് നല്ല ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. സോ മക്കളെ, ഈ 5 ചാപ്റ്റേഴ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തുണ്ട്, ഫസ്റ്റ് 80 മാർക്കിനാണ് എക്സാം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആലോചിക്കണം. 80 മാർക്കിന് 5 ചാപ്റ്റേഴ്സ് അത്യാവശ്യം ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. സോ എല്ലാ ചാപ്റ്ററും അടിപൊളിയായിട്ട് പഠിക്കുക, കോൺസെപ്റ്റ് അറിഞ്ഞ് ബേസ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ മാത്സിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസും നിങ്ങൾ നിർബന്ധമായിട്ടും ഓണപരീക്ഷ എഴുതാൻ പോണതിൻ്റെ മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ടും അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾ നല്ല റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. സോ മകളെ, ഇതുപോലെ കോൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചറിൻ്റെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഫ്യൂച്ചറിൻ്റെ ബാച്ച് ഓപ്പൺ ആയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. സോ എല്ലാവരും തന്നെ വേഗം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ മകളെ, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.